ശ്രീ പിണറായി വിജയൻ സാറിന്. എന്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-9 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എന്റെ ഫ്ലാറ്റിൽ കഴിയാണ് സർ. 2-3 മാസങ്ങളായി ഒരു കൂട്ടം മുഖ്യമന്ത്രി പിണറായി വിജയനെ മെൻഷൻ ചെയ്ത് മലയാളം സീരിയൽ ആർട്ടിസ്റ്റ് രേഖ രതീഷ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. 9 മാസമായി ജോലിയില്ലാതെ താൻ ഫ്ലാറ്റിൽ കഴിയുകയാണെന്നും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനാണ് തനിക്കുള്ളതെന്നും പറഞ്ഞുകൊണ്ടാണ് രേഖ ഈ വീഡിയോ ആരംഭിക്കുന്നത്. 3 മാസത്തോളമായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് മോശം ക്യാപ്ഷനുകൾ കൊടുത്ത് എന്നെപ്പറ്റി വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ്. ഇവരെല്ലാവരും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ സമ്മർദ്ദത്തിലാക്കുകയാണ്. ഇത്രയും മാനസിക സമ്മർദ്ദം എനിക്ക് താങ്ങാനാവുന്നില്ല. ഇത്തരം ആക്രമണങ്ങളുടെ ഫലമായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോകുന്നുണ്ട്. മകനായി കഷ്ടപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീയാണ് ഞാൻ. എന്നാൽ യൂട്യൂബേഴ്സ് കാരണം മുന്നോട്ട് ജീവിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണം എന്നെ തേജോവധം ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആയിരിക്കും എന്ന് അറിയിക്കാനാണ് ഈ വീഡിയോ. എന്നെ മാത്രമല്ല, ഇതേ ഫീൽഡിലെ നിരവധി പേരെ ഇതുപോലെ അപമാനിക്കുകയാണ്. ദയവ് ചെയ്ത് മുഖ്യമന്ത്രി ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം, ഞങ്ങളെ രക്ഷിക്കണം എന്നാണ് രേഖ രതീഷ് വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം രേഖ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ വൈറലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഏറ്റവും വലിയ ഒരു തീരുമാനമെടുക്കുകയാണ്. എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. വേദനയും നിശബ്ദതയും ഒരുപാട് ചോദ്യങ്ങളും ഇനി വരുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ തീരുമാനം എന്നാണ് രേഖ രതീഷ് ആ റീലിൽ പറയുന്നത്. പിന്നാലെ നടനും സുഹൃത്തുമായ ഈശ്വറുമായി താരം വീഡിയോ കോളിൽ സംസാരിക്കുകയും വീഡിയോയിൽ കാണാം. എ ന്യൂ ചാപ്റ്റർ എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പുറത്തിറക്കിയത്. എന്നാൽ ഈ വീഡിയോയ്ക്ക് താഴെ ചിലർ നെഗറ്റീവ് കമൻറ്റുകളുമായി എത്തിയിരുന്നു. രേഖ 5ാം വിവാഹം കഴിക്കുകയാണെന്ന് പറഞ്ഞ് കുറേ യൂട്യൂബർമാർ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനെ വിമർശിച്ചാണോ ഈ വീഡിയോ എന്ന് വ്യക്തമല്ല.